നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ടോപ് 10ലേക്ക് സ്വാഗതം. ശബരിമലയിൽ നിന്ന് പോറ്റിയും സംഘവും തട്ടിയെടുത്ത സ്വർണം കണ്ടെത്താൻ SITക്ക് കഴിയുമോ? പോറ്റിക്ക് പിന്നിലുള്ള അടുപ്പമുള്ള പ്രമുഖരിലേക്കൊക്കെ അന്വേഷണ സംഘം എത്തുമോ? സ്വർണ്ണക്കൊള്ളയുടെ മാസ്റ്റർ ബ്രെയിൻ ആര്? നാളെ ഹൈക്കോടതിയിൽ SIT എന്തൊക്കെ അറിയിക്കും? വിശദമായി നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. സ്വർണം പോയ വഴി തേടി SIT. സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിൽ നിർണായക നീക്കവുമായി SIT. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്ത സുബ്രഹ്മണ്യത്തെ ചോദ്യം ചെയ്തു. ദ്വാരപാലകപ്പാളി കൊണ്ടുപോയത് അനന്ത സുബ്രഹ്മണ്യമെന്ന അന്വേഷണ സംഘം. സർക്കാരിന്റെ താൽപര്യത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ഉദ്യോഗസ്ഥനാണ് അന്വേഷണ സംഘത്തലവൻ H. വെങ്കടേഷ് എന്ന് മുൻ പോലീസ് മേധാവി TP സെൻകുമാർ അമൃത ന്യൂസിനോട്. ശബരിമലയിൽ അയ്യപ്പനൊപ്പം വാവരെ കാണാൻ RSSന് കഴിയുന്നില്ലെന്ന് മുഖ്യമന്ത്രി. ശബരിമല യുവതീ പ്രവേശനത്തിൽ സർക്കാരിനെതിരായ പ്രസ്താവനയിൽ ഉറച്ച് NK പ്രേമചന്ദ്രൻ MP. ഒരു മുഴം മുന്നേ സർക്കാർ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാൻ സർക്കാർ ആലോചന. 200 രൂപ വർദ്ധിപ്പിച്ച് 1800 ആക്കാൻ ധനവകുപ്പ്. പ്രഖ്യാപനം കേരളപ്പിറവി ദിനത്തിൽ ഉണ്ടാകുമെന്ന് സൂചന. DA കുടിശ്ശികയിലും ആശാവർക്കർമാരുടെ ഓണറേറിയം വർധനയിലും പ്രഖ്യാപനത്തിന് സർക്കാർ. കേരളം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ പഞ്ചായത്തുകളിലൂടെ അമൃത ന്യൂസിന്റെ യാത്ര. പുതിയ പരമ്പര എന്റെ പഞ്ചായത്ത്. PM ശ്രീയിൽ ഇടഞ്ഞു CPI. PM ശ്രീ പദ്ധതിയിൽ ഇടതുമുന്നണിയിൽ ഭിന്നത തുടരുന്നു. സർക്കാർ തീരുമാനത്തിനെതിരെ CPI മുഖപത്രത്തിൽ വിമർശനം. RSS തിട്ടൂരത്തിന് വഴങ്ങരുതെന്ന് മുന്നറിയിപ്പ്. ഉറച്ചുനിന്നാൽ CPIക്ക് കോൺഗ്രസ് പിന്തുണയെന്ന് സണ്ണി ജോസഫ്. CPIയുടെ വിയോജിപ്പ് പരിശോധിക്കുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. PM ശ്രീയിൽ പ്രതികരിക്കാനില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. ജാഗ്രതയോടെ സംസ്ഥാനം. ശക്തമായ മഴ തുടരുന്നു. തിരുവനന്തപുരത്ത് മലയോര മേഖലയിലും വടക്കൻ കേരളത്തിലും കനത്ത മഴ. കോഴിക്കോട്, മലപ്പുറം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. 10 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. മലമ്പുഴ ഡാമിന്റെ 4 ഷട്ടറുകൾ ഉയർത്തി. മുല്ലപ്പെരിയാറിലും ജലനിരപ്പ് ഉയരുന്നു. 24 മണിക്കൂർ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി കാലാവസ്ഥാ വകുപ്പ്. രോഗികൾ എന്തു പിഴച്ചു? സംസ്ഥാനത്ത് മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ OP ബഹിഷ്കരണത്തിൽ വലഞ്ഞ രോഗികൾ. ഒഴിവുകൾ നികത്തണമെന്നും ആനുകൂല്യങ്ങൾ ഉറപ്പാക്കണമെന്നും ആവശ്യം. പരിഹാരമുണ്ടായില്ലെങ്കിൽ 28 മുതൽ റിലേ സമരമെന്ന് KGM-CTA. തമസോമ ജ്യോതിർഗമയ. ദീപാവലി ആഘോഷ നിറവിൽ രാജ്യം. ആശംസകൾ നേർന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു. INS വിക്രാന്തിൽ സായുധ സേനയോടൊപ്പം ദീപാവലി ആഘോഷിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. INSന്റെ പേര് പോലും പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തിയെന്ന് പ്രധാനമന്ത്രി. ബീഹാറിൽ സൗഹൃദ മത്സരവും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ചിത്രം തെളിഞ്ഞു. മഹാസഖ്യത്തിലെ RJDയും കോൺഗ്രസും ലാൽഗഞ്ചിൽ ഉൾപ്പെടെ പരസ്പരം മത്സരിക്കും. RJD 143 സീറ്റിലും കോൺഗ്രസ് 61 സീറ്റിലും ജനവിധി തേടും. മുന്നണിയിലെ പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്ത കോൺഗ്രസും RJDയും എങ്ങനെ ബീഹാറിലെ പ്രശ്നം പരിഹരിക്കുമെന്ന് BJP. കൗമാരക്കുതിപ്പിന്റെ ട്രാക്ക് ഉണരുന്നു. സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്കൊരുങ്ങി തലസ്ഥാനം. ഒളിമ്പിക്സ് മാതൃകയിലുള്ള മത്സരങ്ങൾക്ക് നാളെ തിരിതെളിയും. Under-20 ലോകകപ്പ് ഫുട്ബോൾ കിരീടം മൊറോക്കോയ്ക്ക്. ഫൈനലിൽ അർജന്റീനയെ തകർത്തത് എതിരില്ലാത്ത 2 ഗോളുകൾക്ക്. പേരിന് ഒരു നടപടി. പേരാമ്പ്ര സംഘർഷത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. വടകര DYSP ഹരിപ്രസാദിനെയും പേരാമ്പ്ര DYSP സുനിൽകുമാറിനെയും സ്ഥലം മാറ്റി. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പതിവ് സ്ഥലം മാറ്റുമെന്ന് കോൺഗ്രസ്. നടപടിയെടുത്തില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കുമെന്ന് മുന്നറിയിപ്പ്. തിരുവനന്തപുരം നെടുമങ്ങാട് SDPI CPM സംഘർഷം. ഇരു വിഭാഗങ്ങളുടെയും ആംബുലൻസുകൾ തകർത്തു. സ്റ്റോറി ഓഫ് ദി ഡേ. ആ ശബ്ദം ഇനി മുഴങ്ങേണ്ട.
ആദ്യം തന്നെ ശബരിമലയിലെ SIT അന്വേഷണം അതിന്റെ നിർണായക ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ശബരിമലയിലെ സ്വർണ്ണപ്പാളി ഏറ്റുവാങ്ങിയത് അനന്ത സുബ്രഹ്മണ്യമെന്ന് അന്വേഷണ സംഘം. ശബരിമലയിലെ സ്വർണ്ണക്കടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്ത സുബ്രഹ്മണ്യത്തെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു. ചോദ്യം ചെയ്യൽ 13 മണിക്കൂർ പിന്നിട്ടു. അതേസമയം പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണത്തിന്റെ പുരോഗതി റിപ്പോർട്ട് നാളെ ഹൈക്കോടതിയിൽ സമർപ്പിക്കും. വിവരങ്ങളുമായി രജിത് കുമാർ ചേരുന്നുണ്ട്. രജിത്ത്, ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തു. ഏറ്റവും അടുപ്പമുള്ളവരെ ചോദ്യം ചെയ്ത് SIT അതിന്റെ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അടുപ്പവും അതുപോലെ തന്നെ പിന്നിലുമുള്ള പ്രമുഖരിലേക്ക് SITക്ക് എത്താനാകുമോ? ഒപ്പം തന്നെ നാളെ ഹൈക്കോടതിയിൽ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ എന്തൊക്കെയുണ്ടാകും? അമ്പിളി, പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ സ്വർണം പോയ വഴി തന്നെയാണ് പോകുന്നത് എന്ന് വേണേൽ പറയാൻ കഴിയും. കാരണം പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ആദ്യം അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യുകയും ചെയ്തത്. ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് പോയപ്പോഴാണ് ഇപ്പോൾ അനന്ത സുബ്രഹ്മണ്യത്തിൻ്റെ പങ്ക് വ്യക്തമാകുന്നത്. അങ്ങനെ അനന്ത സുബ്രഹ്മണ്യത്തെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 9 മണിക്ക് ചോദ്യം ചെയ്യലിനായി ഇഞ്ചക്കലെ ഓഫീസിലേക്ക് എത്താനാണ് ആവശ്യപ്പെട്ടിരുന്നത്. ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ പങ്ക് വ്യക്തമാവുകയാണെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് അന്വേഷണ സംഘം പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അടുത്ത ദിവസം റാന്നി കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി 2019 7-ാം മാസം 19, 20 തീയതികളിലായാണ് ശബരിമലയിൽ നിന്നും ദ്വാരപാലക ശില്പത്തിൻ്റെ 14 സ്വർണ്ണപ്പാളികൾ അടർത്തിക്കൊണ്ടു പോകുന്നത്. അത് ഈ 2 പേരാണ്. ഒന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി അന്ന് അവിടെ എത്താൻ കഴിയാതിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ഈ സ്വർണം ആദ്യം വാങ്ങുന്നത്, രേഖകളിൽ ഒപ്പിട്ട് വാങ്ങുന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പകരം ഒപ്പിട്ട് വാങ്ങുന്നത് അനന്ത സുബ്രഹ്മണ്യമാണ്. ആദ്യ ദിനം 19-ാം തീയതി വാങ്ങുന്നത്. അതിന് 2ാമത്തെ ദിനം വാങ്ങുന്നത് R രമേശ് എന്ന് പറയുന്ന ആളാണ്. അതിൽ അനന്ത സുബ്രഹ്മണ്യത്തെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തി ഇയാളുടെ പങ്ക് സംബന്ധിച്ച് വ്യക്തമാകുന്ന മുറയ്ക്ക് ഒരുപക്ഷെ ഇയാളുടെ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് പോകാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. അടുത്ത നടപടി എന്ന നിലയിൽ ഒരുപക്ഷെ രമേശിനെ അടക്കം ചോദ്യം ചെയ്യലിലേക്ക് കൊണ്ടുവന്നേക്കാം. എന്തുതന്നെയായാലും ഇപ്പോൾ അനന്ത സുബ്രഹ്മണ്യത്തിൻ്റെ ചോദ്യം ചെയ്യൽ 13 മണിക്കൂറോളം നീണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്ത് നടപടിയിലേക്കായിരിക്കും അന്വേഷണ സംഘം പോവുക എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തുതന്നെയായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പവും അല്ലാതെയും, ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം അല്ലാതെ ഇരുത്തി ചോദ്യം ചെയ്തു, തുടർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്തു. വിവിധ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന്, നിർണായക വിവരങ്ങളടക്കം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള റിപ്പോർട്ടായിരിക്കും അടുത്ത ദിവസം അന്വേഷണ സംഘം കൃത്യമായി ഹൈക്കോടതിക്ക് നൽകുക. അന്വേഷണ പുരോഗതി കൃത്യമായി കോടതിയെ ഇടവേളകളിൽ അറിയിക്കണമെന്ന വ്യക്തമായ ഒരു ഉത്തരവ് കോടതിയുടെ ഭാഗത്തു നിന്നുകൊണ്ട് അതിൻ്റെ ഭാഗമായുള്ള ആദ്യ അന്വേഷണ റിപ്പോർട്ടാണ് നാളെ കോടതിയിൽ സമർപ്പിക്കുന്നത്. 10 ദിവസം ഏകദേശം അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം മുന്നോട്ട് പോയിരിക്കുന്നു. ഇത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങളാണ് നൽകുക. ഒരു കാര്യം ഉറപ്പാണ്, അന്വേഷണ സംഘം കൃത്യമായി മുന്നോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആ വിവരങ്ങളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടായിരിക്കും നാളെ സമർപ്പിക്കുക. പക്ഷേ തൊണ്ടി മുതൽ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു കാര്യം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇപ്പോഴും നിൽക്കുകയാണ്. അതേ സമയത്ത് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അടുത്ത സ്വർണം കൊണ്ടുപോയ അടുത്ത ആളെയും അന്വേഷണ സംഘം അടുത്തെത്തിയിരിക്കുന്നു. അവരെ ചോദ്യം ചെയ്യുന്നു. പ്രധാനമായും ഈ അനന്ത സുബ്രഹ്മണ്യവും അതുപോലെ തന്നെ രമേശുമാണ് സ്വർണം കൊണ്ടുപോയി നാഗേഷിനെ കൊടുത്തത്. ഒപ്പം ബാംഗ്ലൂരിലും ഹൈദരാബാദിലും ഈ സ്വർണം എത്തിച്ചത് ഇവരാണ് എന്ന് നേരത്തെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുണ്ട്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് കരുതാൻ കഴിയുന്നത്. സ്വർണം പോയ വഴിയെ അന്വേഷണ സംഘവും യാത്ര ചെയ്യുന്നു എന്ന് തന്നെ നമുക്കിപ്പോൾ പറയാൻ കഴിയുള്ളൂ. ഒരു പക്ഷേ എത്രത്തോളം, നേരത്തെ അമ്പിളി സൂചിപ്പിച്ചതുപോലെ, എത്രത്തോളം ഉന്നതരിലേക്ക് അന്വേഷണ സംഘത്തിന് ചെന്നെത്താൻ കഴിയും എന്നത് സംബന്ധിച്ച് ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ശരി, അനന്ത സുബ്രഹ്മണ്യത്തിന്റെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുമ്പോൾ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രജിത് കുമാർ. രജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ കേസുമായി ബന്ധപ്പെട്ട് പോറ്റിയിലും ഉദ്യോഗസ്ഥരിലുമൊക്കെ അന്വേഷണം ഒതുങ്ങുമോ, അല്ലെങ്കിൽ SIT സമ്മർദ്ദത്തിലാകാൻ സാധ്യതയുണ്ടോ, ഇതിന്റെ പിന്നിൽ ആസൂത്രണം നടത്തിയതിന് പിന്നിൽ വമ്പന്മാരില്ലേ എന്നൊക്കെ അറിയാനുണ്ട്. എന്തായാലും ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലെ കൂടുതൽ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നാളെ പ്രത്യേക സംഘം ഹൈക്കോടതിക്ക് കൈമാറും. ബോർഡ് അംഗങ്ങൾക്കും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കുമെതിരെ കസ്റ്റഡിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ വെളിപ്പെടുത്തലുകളുടെ വിശദാംശങ്ങൾ ഒക്കെ ഈ റിപ്പോർട്ടിലൂടെ നാളെ നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും പ്രതിപക്ഷം കൂടുതൽ ആരോപണങ്ങളും പ്രതിഷേധവും ഒക്കെ കടുപ്പിക്കുകയാണ് ഓരോ ദിവസവും. ശബരിമല വിഷയത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് വൈകിയെന്ന് ആവർത്തിക്കുകയാണ് കോൺഗ്രസും BJPയും. ഇതുവരെ തൊണ്ടി മുതൽ കണ്ടെത്തിയിട്ടില്ലെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ഉന്നതന്മാരിലേക്ക് അന്വേഷണം എത്താതിരിക്കാനുള്ള നടപടികളാണ് SIT സ്വീകരിക്കുന്നതെന്നും ഈ SIT അന്വേഷിച്ചാൽ ഒരു കാര്യവും പുറത്തു വരില്ലെന്ന് BJP നേതാവ് K സുരേന്ദ്രനും വ്യക്തമാക്കി. അതായത് സർക്കാർ പ്രതികളെ സംരക്ഷിക്കുന്നുവെന്നാണ് കോൺഗ്രസും BJPയും ആരോപിക്കുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് തന്നെ താമസിച്ചു പോയി. കോടതി 6-ാം തീയതി വിധി പ്രഖ്യാപിച്ചതാണ്. ആദ്യം അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു.
ഇതിലിതുവരെയും ഈ നഷ്ടപ്പെട്ട സ്വർണം, മോഷ്ടിക്കപ്പെട്ട സ്വർണം അത് വീണ്ടെടുക്കാൻ ഒരു നിലപാടും ഉണ്ടായിട്ടില്ല. അത് എവിടെയെന്ന് കണ്ടെത്തിയിട്ടില്ല, ആർക്ക് വിറ്റു എന്ന് കണ്ടെത്തിയിട്ടില്ല. അത്തരത്തിലൊരു ചോദ്യം ചെയ്യലില്ല. ഒരു മോഷണ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൊണ്ടി മുതൽ കണ്ടെത്തുക. പ്രതികളുടെ സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ കുറ്റസമ്മത മൊഴിയാണെങ്കിൽ അതിന് നിയമപരമായ സാധ്യത കിട്ടണമെങ്കിൽ പോലും തൊണ്ടി മുതൽ കണ്ടെത്തണം. ആ തൊണ്ടി മുതൽ കണ്ടെത്താനുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അതുപോലെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഉത്തരവാദിത്വമുണ്ട്. ദേവസ്വം ബോർഡ് അധികാരികൾ, ഭരണാധികാരികൾ, രാഷ്ട്രീയ കാരണങ്ങളാൽ നിയമിക്കപ്പെട്ടവർ അവരുടെ പങ്കാളിത്തത്തോടും അറിവോടും കൂടിയാണ് ഇന്ന് നടന്നിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമാണ്. പോലീസ് തന്നെ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള റിമാൻഡ് റിപ്പോർട്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ എന്താണ്, ഇത് ഈ വർഷം 2025 കഴിഞ്ഞ മാസം 27-ാം തീയതി വരെ നടന്ന സംഭവം എന്നാണ്. അതുപോലെ മറ്റ് ഗൂഢാലോചനയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെയാണ് ഗൂഢാലോചനയിലെ പങ്കാളികൾ? രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഗൗരവമായ പങ്കാളിത്തമുണ്ട്. അവരെയൊന്നും അറസ്റ്റ് ചെയ്യാനോ ചോദ്യം ചെയ്യാനോ തയ്യാറാകുന്നില്ല. സംരക്ഷിക്കാനുള്ള നടപടിയാണ്. SIT അന്വേഷണം വിജിലൻസ് ഉണ്ടാക്കിയ അതേ തിരക്കഥയാണ്. ഇപ്പോൾ പോറ്റിയുടെ മൊഴികളെല്ലാം പറഞ്ഞു പഠിപ്പിച്ച മൊഴികളാണ്. പോറ്റി പറയുന്നതെല്ലാം വാസവനും അതുപോലെ പ്രശാന്തും ഒക്കെ ചേർന്ന് തീരുമാനിച്ച് എന്താണ് പറയേണ്ടത്, എവിടെ വരെ പറയണം എന്നുള്ളതിനെ സംബന്ധിച്ച് അതിനാണ് ഇത്രയും വൈകിച്ചത്. പോറ്റിയെ കസ്റ്റഡിയിലെടുക്കാൻ വൈകിയതിൻ്റെ കാരണം ഈ മൊഴികൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആ മൊഴികളാണ് പറയുന്നത്. ഉന്നതന്മാരിലേക്ക് കേസ് അന്വേഷണം പോവാതിരിക്കാനുള്ള അന്വേഷണമാണ് SIT നടത്തുന്നത്. ഈ SIT അന്വേഷിച്ചാൽ ഒരു കാര്യവും പുറത്തു വരാൻ പോകുന്നില്ല. ഈ ശബരിമല സ്വർണ്ണ കവർച്ച കേസ് പുരോഗമിക്കുമ്പോൾ ഈ അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ലെന്ന് മുൻ പോലീസ് മേധാവി TP സെൻകുമാർ. സർക്കാരിന്റെ താൽപര്യത്തിന് മാത്രം മുൻതൂക്കം കൊടുക്കുന്ന ഉദ്യോഗസ്ഥനാണ് അന്വേഷണ സംഘത്തലവൻ H. വെങ്കടേഷ് എന്ന് TP സെൻകുമാർ അമൃത ന്യൂസിനോട് പറഞ്ഞു. ഇത് ആരൊക്കെയോ രക്ഷപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള അന്വേഷണം എന്ന് വെച്ചാൽ ഇതിൽ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. ഇതിലെ ഹെഡ് ഓഫ് ദ ഇൻവെസ്റ്റിഗേഷൻ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് എനിക്കങ്ങനെ വലിയ ഒരു നല്ല അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടോ അതല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് ഉപരിയായിട്ട് നിയമത്തിനെയും അതുപോലെ എന്താ പറയുന്ന സത്യസന്ധതയെയും മാനിക്കുന്ന അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ലാത്ത ഒരാളാണ് ഈ ഉദ്യോഗസ്ഥനെന്ന് പറയേണ്ടി വന്നിരിക്കുന്നു. കാരണം എൻ്റെ ഉദ്ദേശിച്ചത് H. വെങ്കടേഷിനെയാണോ? തീർച്ചയായിട്ടും. കാരണം അത് എനിക്ക് അറിയാനിടയായത് മറ്റ് ചില, ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷമാണ് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ എനിക്ക് അറിയാനിടയായത്. അറിയാനിടയായത് എന്ന് വെച്ചാൽ ഗവൺമെൻറ് പറയുന്നതനുസരിച്ച് മറ്റു ഉദ്യോഗസ്ഥരുടെ പേരിൽ നടപടികൾ എടുക്കാനായിട്ട്, അതല്ല ഇതാണ് സത്യം എന്ന് താഴെയുള്ള ഉദ്യോഗസ്ഥർ പറഞ്ഞാലും അല്ല, അത് സർക്കാരിൻ്റെ താല്പര്യം നോക്കണ്ടേ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സ്വഭാവമുള്ള ഓഫീസർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിയമത്തിനും അതുപോലെ രാഷ്ട്രീയത്തിന് ഉപരിയായിട്ട് സത്യസന്ധമായും കൃത്യമായിട്ട് സ്ട്രേറ്റ് ഫോർവേഡായിട്ട് പോകണം ഉണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നും. RSS BJP RSS CPM ബാന്ധവുമൊക്കെ പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ RSSനെതിരെ വീണ്ടും മുഖ്യമന്ത്രി രംഗത്തെത്തിയിരിക്കുകയാണ്. ശബരിമലയിൽ അയ്യപ്പനൊപ്പം വാവരെ കാണാൻ RSSന് കഴിയുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശബരിമല ഐതിഹ്യത്തിൽ വാവരും പ്രധാനമാണ്. ഒരു മുസ്ലിമിന് എങ്ങനെ അയ്യപ്പന്റെ കഥയിൽ സ്വാധീനം കിട്ടുമെന്ന് സംഘപരിവാർ ചിന്തിക്കുന്നു. BJPക്ക് നൽകുന്ന ഓരോ വോട്ടും കേരളത്തിന്റെ തനിമയെ തകർക്കുമെന്നും ശബരിമലയെ വലിയ വിവാദമാക്കാൻ സംഘപരിവാർ ശ്രമിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അയ്യപ്പനോടൊപ്പം വാവരുമുണ്ട്, വാവർക്കും പ്രധാന സ്ഥാനമുണ്ട്. ഇത് സംഘപരിവാറിന് യോജിക്കാനാവുന്നില്ല. ഒരു മുസ്ലിമിന് അങ്ങനെ സ്ഥാനം കൊടുക്കാൻ പാടുണ്ടോ എന്നതാണ് സംഘപരിവാരെ ചൊടിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായി വാവരല്ല എന്നും മറ്റൊരു പേരുകാരനാണെന്നും വാവരെ ഏതെല്ലാം തരത്തിൽ സമൂഹത്തിന് കൊള്ളാത്തവനായി ചിത്രീകരിക്കാമോ ആ തരത്തിലൊക്കെ ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് നടന്നത്. ചർച്ചയായി വീണ്ടും ശബരിമല സ്ത്രീ പ്രവേശനം. വിവാദ പരാമർശമായ പൊറോട്ടയും ബീഫും പ്രസ്താവനയിൽ ഉറച്ച് NK പ്രേമചന്ദ്രൻ MP-യുടെ കേട്ടറിവിലെ സത്യമെന്ത്? ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനയിലാണ് RSP നേതാവ് NK പ്രേമചന്ദ്രൻ ഉറച്ചു നിൽക്കുന്നത്. ആധികാരികമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്നും CPMന്റെ സൈബർ ആക്രമണം നേരിടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രേമചന്ദ്രന് മറുപടിയായി ബിന്ദു അമ്മിണി രംഗത്തെത്തി. പ്രേമചന്ദ്രൻ പറഞ്ഞത് വിവാദമാക്കേണ്ടെന്ന് K. സുരേന്ദ്രനും പ്രതികരിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒക്ടോബർ മാസം
9-ാം തീയതി റഹ്ന ഫാത്തിമ പോലീസിൻ്റെ അകമ്പടിയോടുകൂടി ശബരിമല സന്നിധാനം വരെ എത്തിച്ചേർന്നു. 2019 ജനുവരി മാസം 2-ാം തീയതിയാണ് ബിന്ദു അമ്മിണിയും കനകദുർഗയും പോലീസിൻ്റെ സമ്പൂർണ്ണ സംരക്ഷണത്തോടുകൂടി ശബരിമല ചവിട്ടാൻ അല്ലെങ്കിൽ മല ചവിട്ടാനും അതിന് പോലീസ് അകമ്പടിയോടുകൂടി അവിടെ എത്തിച്ചേരുന്ന സ്ഥിതി ഉണ്ടായത്. ബറോട്ടയും ബീഫും പോലീസ് ഉദ്യോഗസ്ഥന്മാർ വാങ്ങിക്കൊടുത്ത് കോട്ടയത്ത് പോലീസ് ക്ലബിൽ വാങ്ങിക്കൊടുത്തതിന് ശേഷമാണ് അവരെ മല ചവിട്ടാൻ കൊണ്ടുപോയത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള പമ്പാ സംഗമം നടന്നപ്പോൾ, പത്തനംതിട്ടയിൽ നടന്നപ്പോൾ അവിടെ പ്രസംഗിച്ച കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഈ കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞു. കഴിഞ്ഞ ദിവസം പന്തളത്ത് നടന്ന വിശ്വാസ സംഗമത്തിൽ സംബന്ധിച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചപ്പോൾ അടിവരയിട്ട് ഞാൻ പറഞ്ഞു, കനകദുർഗയ്ക്കും ബിന്ദു അമ്മിണിക്കും പൊറോട്ടയും ബീഫും ആവശ്യപ്പെട്ടപ്പോൾ അത് വാങ്ങിക്കൊടുത്ത് അതിനുശേഷമാണ് പോലീസ് വാനിൽ ആരും കാണാതെ, കാരണം വൻപിച്ച പ്രക്ഷോഭം നടക്കുമ്പോൾ, പ്രതിഷേധം നടക്കുമ്പോൾ ആരും കാണാതെ വാഹനത്തിൽ കിടത്തി പമ്പയിൽ കൊണ്ടുവന്നതിന് ശേഷം മല ചവിട്ടാൻ കൊണ്ടുപോയത്. ഇനി ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് നിർധനരായ കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമാകുന്ന ഒരു വാർത്ത. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കൂട്ടുന്നു. 200 രൂപ കൂട്ടി 1800 രൂപയാക്കും. ധനവകുപ്പിന്റെ മുന്നിൽ ശുപാർശ എത്തിയിട്ടുണ്ട്. നവംബർ 1-ന് കേരളപ്പിറവി ദിനത്തിൽ പ്രഖ്യാപനമുണ്ടായേക്കും. പ്രത്യേക നിയമസഭാ സമ്മേളനവും അന്നാണ് ചേരുന്നത്. LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 2500 രൂപ ക്ഷേമ പെൻഷൻ എന്നതായിരുന്നു പ്രകടന പത്രികയിലെ വാഗ്ദാനം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായ സർക്കാരിന് പക്ഷേ അത് നിറവേറ്റാൻ 4 വർഷം പിന്നിട്ടിട്ടും കഴിഞ്ഞിരുന്നില്ല. 1-ാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് 2021-ലാണ് അവസാനമായി ക്ഷേമ പെൻഷൻ ഉയർത്തി 1600 രൂപയാക്കിയത്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ ജനക്ഷേമ പദ്ധതികളിൽ ഊന്നൽ നൽകുകയാണ് സർക്കാർ. സാമൂഹ്യക്ഷേമ പെൻഷനിൽ തന്നെയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നിലവിലെ 1600 രൂപ പെൻഷൻ 200 രൂപ കൂട്ടി 1800 ആക്കാനാണ് നീക്കം. ഇത് സംബന്ധിച്ച് ധനകാര്യ വകുപ്പിന് മുന്നിൽ നിർദ്ദേശം വന്നിട്ടുണ്ട്. എന്നാൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് ധനകാര്യ വകുപ്പ് അറിയിക്കുന്നത്. സർക്കാരിന്റെ കാലാവധി തീരാൻ 6 മാസം മാത്രം ബാക്കി നിൽക്കെ 2000 രൂപയെങ്കിലും ക്ഷേമ പെൻഷൻ എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ക്ഷേമ പെൻഷന്റെ കുടിശ്ശിക ഗഡുക്കൾ ഓരോന്നായി കൊടുത്തു തീർക്കുകയാണ് സർക്കാർ. നിലവിൽ ഒരു ഗഡു മാത്രമേ കുടിശ്ശികയുള്ളൂ. നവംബർ 1-ന് കേരളപ്പിറവി ദിനത്തിൽ പ്രഖ്യാപനം നടത്താനാണ് സാധ്യത. പ്രത്യേക നിയമസഭാ സമ്മേളനവും അന്ന് ചേരുന്നുണ്ട്. നവംബർ ആദ്യവാരം തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരാനിരിക്കെ അതിനു മുന്നോടിയായി ക്ഷേമ പെൻഷൻ പ്രഖ്യാപനം നടത്താനാണ് ശ്രമം നടക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. എന്തായാലും സംസ്ഥാനത്തെ 60 ലക്ഷം പേരിലേക്ക് നേരിട്ടെത്തുന്നതാണ് ക്ഷേമ പെൻഷൻ. ഒന്നിനു പുറകെ ഒന്നായി 2 തെരഞ്ഞെടുപ്പ് വരാനിരിക്കെയാണ് പെൻഷൻ കൂട്ടുന്ന പ്രഖ്യാപനത്തിനൊക്കെ ധനവകുപ്പിൽ ഒരുക്കം നടക്കുന്നത്. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിലും ഒപ്പം DA കുടിശ്ശികയിലും ആശാവർക്കർമാരുടെ ഓണറേറിയം വർധനയിലുമെല്ലാം നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. സംസ്ഥാനത്ത് സൂചിപ്പിച്ച പോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി 2 ആഴ്ചയ്ക്കുള്ളിൽ പ്രഖ്യാപിച്ചേക്കും. ഈ സാഹചര്യത്തിലാണ് ക്ഷേമ പെൻഷൻ അടക്കമുള്ള ജനപ്രിയ പ്രഖ്യാപനങ്ങൾ സർക്കാർ നടത്തുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കത്തിലാണ് സംസ്ഥാനം. എന്തൊക്കെ വികസനമാണ് നടന്നിട്ടുള്ളത്, എന്തൊക്കെയാണ് ഇനി ബാക്കി, ജനങ്ങൾ പറയുന്നത് എന്ത്, ജനപ്രതിനിധികളുടെ നിലപാടെന്ത്, ഓരോ വിവരവും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അമൃത ന്യൂസും സജ്ജമാണ്. പ്രത്യേക പരമ്പര ഇന്നു മുതൽ ആരംഭിക്കുന്നു. എന്റെ പഞ്ചായത്ത്. കോഴിക്കോട് മാവൂർ പഞ്ചായത്തിൽ UDF 4-ാം ഊഴം തേടാനൊരുങ്ങുന്നത് RMPയുടെ മാത്രം ബലത്തിലല്ല. കേരള പ്രവാസി അസോസിയേഷൻ മുന്നണിയുടെ ഭാഗമായതോടെ ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന കണക്കുകൂട്ടലിലാണ് UDF. എന്നാൽ ഇത്തവണ മാവൂർ പിടിച്ചെടുക്കാനുള്ള സാഹചര്യം അനുകൂലമാണെന്ന വിലയിരുത്തലിലാണ് LDF. നാലു പതിറ്റാണ്ടുകാലം LDF കുത്തകയായിരുന്ന മാവൂർ പഞ്ചായത്ത് 2010-ലാണ് UDF പിടിച്ചെടുക്കുന്നത്. ഒഞ്ചിയം കേന്ദ്രീകരിച്ച് RMP സജീവമായത് മാവൂരിലും പ്രതിഫലിക്കുകയായിരുന്നു. CPM-ലെ അസ്വാരസ്യങ്ങളെ തുടർന്ന് പാർട്ടി വിട്ടവരായിരുന്നു RMPയുടെ ഭാഗമായത്. 2012-ൽ TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതോടെ മാവൂരിലും RMP ശക്തമായി. 2020-ലെ തെരഞ്ഞെടുപ്പിൽ 18 വാർഡുകളിൽ LDF-ഉം UDF-ഉം ഒപ്പത്തിനൊപ്പം എത്തിയപ്പോൾ RMPയിലെ രഞ്ജിത്തിൻ്റെ വിജയം ഐക്യജനാധിപത്യ മുന്നണിക്ക് തുണയായി.
കൂടാതെ LDFിലെ ഒരംഗവും UDFിനൊപ്പമായി. ഇത്തവണയും UDF വിജയപ്രതീക്ഷ കൈവിടുന്നില്ല. തെരഞ്ഞെടുപ്പിന് എന്ന് പറഞ്ഞിട്ടുള്ള മുന്നൊരുക്കമില്ല പഞ്ചായത്തിൽ ഭരണസമിതിയിൽ. നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അത് പഞ്ചായത്തിലെ ആളുകൾക്ക് അറിയാമല്ലോ. തെരഞ്ഞെടുപ്പിനായിട്ടൊരു ഒരുക്കത്തിൻ്റെ ആവശ്യം ഈ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ല. നമ്മൾ എല്ലാ സമയത്തും ഈ ജനങ്ങളെ ക്ഷേമകാര്യങ്ങളിൽ അതുപോലെ തന്നെ പദ്ധതി പ്രവർത്തനങ്ങൾ ഏറ്റവും നന്നായി ഉപയോഗിക്കുന്ന ജില്ലയിലെ ഒരു പഞ്ചായത്താണ്. വികസന പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ 15 വർഷമായി മുരടിച്ചിരിക്കുകയാണെന്നും ഇത്തവണ മാവൂർ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുമെന്നും LDF കൗൺസിലർ പറയുന്നു. 15 കൊല്ലത്തെ ഭരണത്തിൽ യാതൊരു പുതിയതായിട്ട് ഒന്നുണ്ടാക്കിയെന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി ഹാളും അതുപോലെ തന്നെ ഒരു ഈ ഷോപ്പിംഗ് കോംപ്ലക്സാണ്. ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് രണ്ടും തന്നെ ഒരു 6 കോടി ഉറുപ്പ്യനെടുത്ത് ലോൺ എടുത്ത് KURDFCന്ന് ലോൺ എടുത്തുണ്ടാക്കിയാണ്. എന്നാൽ ലോൺ എടുത്തുണ്ടാക്കിയാൽ ഇപ്പോഴും അതിൻ്റെ പണികൾ കംപ്ലീറ്റ് ആവാത്ത രൂപത്തിൽ ഈ കഴിഞ്ഞ മാസം തന്നെ ഒരു 50 ലക്ഷത്തോളം രൂപ ചിലവാക്കി റിപ്പയർമെൻറ്റ് നടത്തിയിട്ടുണ്ടായി. എന്നാലും അതിൻ്റെ അത് ഒരു കംഫർട്ടല്ല എന്ന രൂപത്തിലാണ്. പല രൂപത്തിലും മഴ പെയ്യുന്ന സമയത്തൊക്കെ മഴക്കാലങ്ങളിൽ അടിയിൽ കൂടെ ഉറവ് പൊന്നുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. 2020 തെരഞ്ഞെടുപ്പിൽ 1.5 വർഷം RMP പ്രതിനിധി രഞ്ജിത്താണ് പഞ്ചായത്ത് പ്രസിഡന്റായത്. 3.5 വർഷക്കാലം കോൺഗ്രസ് പ്രതിനിധിയും. RMP ആകട്ടെ UDFിനൊപ്പം ഇത്തവണയും ഉറച്ചു നിൽക്കും. RMPയുടെ ഒരു സ്വാധീനം വളരെ നിർണായകമാണ് മാവൂരിൽ. നേരത്തെ RMP രൂപീകരണത്തിന് ശേഷമാണ് മാവൂരിൽ തുടർച്ചയായിട്ട് 10-40 വർഷം CPM ഭരിച്ചിട്ടുള്ള പഞ്ചായത്തായിരുന്നു. RMP രൂപീകരണത്തിന് ശേഷമാണ് ഭരണം CPMന് നഷ്ടമാകുന്നത്. ഇപ്പോൾ ആ നിലയിൽ തന്നെ RMPക്ക് വലിയ സ്വാധീനമുണ്ട്. അതുമാത്രമല്ല ഇപ്പോൾ KPയുടെ സ്വാധീനം കൂടി ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ UDFന് ഈ UDF RMP ഈ സംവിധാനത്തിന് ഗുണകരമാകും. ഇത്തവണ പക്ഷേ RMPക്ക് മാത്രമല്ല കേരള പ്രവാസി അസോസിയേഷനെ കൂടി സീറ്റ് വിഭജനത്തിൽ UDFന് പരിഗണിക്കേണ്ടി വരും. ചാലിയാറിൻ്റെ തീരത്തെ മാവൂർ പഞ്ചായത്ത് ഒരു കാലത്ത് CPM കോട്ടയായിരുന്നു. ഗ്വാളിയോർ സമരവും കർഷക പ്രക്ഷോഭങ്ങളുമായി വ്യക്തമായ സ്വാധീനമുണ്ടാക്കിയ CPMലെ വിഭാഗീയതയാണ് പിന്നീട് തിരിച്ചടിയായത്. RMPയുടെ രാഷ്ട്രീയ നിലപാടുകളും TP ചന്ദ്രശേഖരൻ്റെ വധവും സ്വാധീനിക്കപ്പെട്ട പഞ്ചായത്താണ് മാവൂർ. CPMൻ്റെ കോട്ടകൾ തകർന്നില്ലെങ്കിലും വലിയ വിള്ളലുണ്ടാക്കാൻ RMPക്കും UDFനും കഴിഞ്ഞു. അതുകൊണ്ടാണ് 3 ടേമിൽ UDF തന്നെ ഭരണം കൈയാളുന്നത്. ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം S വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്. PM ശ്രീ പദ്ധതിയിൽ LDFിൽ ഭിന്നത രൂക്ഷം. പദ്ധതി നടപ്പാക്കുമെന്ന് സർക്കാർ പറയുമ്പോൾ RSSന്റെ തിട്ടൂരത്തിന് ഇടതുപക്ഷ സർക്കാർ വഴങ്ങരുതെന്ന് CPI മുഖപത്രത്തിൽ ലേഖനം. വരുന്ന മന്ത്രിസഭായോഗത്തിൽ CPI മന്ത്രിമാർ വിയോജിപ്പ് വീണ്ടും അറിയിക്കും. അതേസമയം ഇടതുമുന്നണിയിൽ വിഷയം ചർച്ച ചെയ്യുമെന്ന് കൺവീനർ TP രാമകൃഷ്ണനും വ്യക്തമാക്കിയിട്ടുണ്ട്. PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ അനുവദിക്കില്ലെന്ന നിലപാട് CPI ശക്തമാക്കുകയാണ്. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും മന്ത്രി K രാജനും അടക്കം വിയോജിപ്പ് പരസ്യമാക്കിയതിന് പിന്നാലെ മുഖപത്രമായ ജനയുഗവും രംഗത്തുവന്നു. RSSന്റെ തിട്ടൂരത്തിന് ഇടതുപക്ഷ സർക്കാർ വഴങ്ങരുതെന്നാണ് ജനയുഗത്തിലെ ലേഖനം. രാഷ്ട്രീയ നിലപാടും നയവും ബലികഴിച്ച് പദ്ധതിയിൽ ഒപ്പുവെക്കരുതെന്ന് CPI നേതാവും ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറിയുമായ OK ജയകൃഷ്ണൻ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഈ നയവ്യതിയാനം ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ആത്മഹത്യാപരമാകുമെന്നും ലേഖനത്തിൽ പറയുന്നുണ്ട്. പ്രതിരോധം തീർക്കുന്ന സംസ്ഥാനങ്ങളെ വരുതിയിലാക്കാനുള്ള സംഘപരിവാർ ബുദ്ധിയുടെ ഉൽപ്പന്നമാണ് PM ശ്രീ എന്നും ലേഖനം ആരോപിക്കുന്നു. മുമ്പ് ഈ വിഷയം മന്ത്രിസഭയിൽ വന്നപ്പോൾ CPI മന്ത്രിമാർ വിയോജിപ്പ് അറിയിച്ചതിനെ തുടർന്ന് LDFിൽ ചർച്ച ചെയ്യുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ മുന്നണിയിൽ ചർച്ച ചെയ്യാതെ തന്നെ പദ്ധതിയിൽ ഒപ്പിടാൻ CPM തീരുമാനിച്ചത് ഏകപക്ഷീയമായ നിലപാടായാണ് CPI വിലയിരുത്തുന്നത്. അതേസമയം CPIയുടെ പ്രതിഷേധം കടുത്തതോടെ വിഷയം മുന്നണിയിൽ ചർച്ച ചെയ്യുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുണ്ട്. PM ശ്രീ പദ്ധതിയെ സംബന്ധിച്ച് CPMും അതിന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പുതിയ വിദ്യാഭ്യാസ പദ്ധതി ദേശീയ തലത്തിൽ നടപ്പിലാക്കുന്നതിനോട് അതിലുള്ള പലതിനോടും നമുക്ക് വിയോജിപ്പുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. വിദ്യാഭ്യാസ മേഖലയിൽ ഈ SSK എന്ന ഒരു പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കി വരുന്നുണ്ടല്ലോ. എല്ലാ സ്കൂളുകളും നിരവധി പദ്ധതികളാണ് BRCയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്നത്. അത്തരം കാര്യങ്ങൾ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ സാമ്പത്തിക സഹായം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്.
കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിൽ കേരളത്തിന് അർഹതപ്പെട്ട ഈ സഹായം നൽകാൻ തയ്യാറാവുന്നില്ല. അതിനവർ ഈ കണ്ടീഷൻ ഉപയോഗിക്കുകയാണ്. അങ്ങനെ ഒരു പ്രതിസന്ധിയിലായിരിക്കണം ഈ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ ഫണ്ട് കേരളത്തിന് ഉപയോഗിക്കുന്നതിന് സഹായകരമായ നിലപാട് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. അതായിരിക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങൾ അതിൻ്റെ പേരുണ്ടെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ ഇനിയും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. വരുന്ന മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ പദ്ധതിയോടുള്ള വിയോജിപ്പ് വീണ്ടും അറിയിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. എന്തായാലും പദ്ധതിയുമായി ബന്ധപ്പെട്ട് CPI അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുമോ? പല വിഷയങ്ങളിലും ഇതിനു മുമ്പ് CPIക്ക് വഴങ്ങേണ്ടി വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്ത് വിശദീകരണം നൽകുമൊക്കെയാണ് ഇനി അറിയേണ്ടത്. എന്തായാലും PM ശ്രീയിൽ CPIക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ്. CPI നിലപാടിൽ ഉറച്ചു നിൽക്കുമോ എന്നറിയാൻ പൊതുസമൂഹത്തിന് താല്പര്യമുണ്ടെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. CPI നേതാക്കന്മാർ അതിനോടുള്ള വിയോജിപ്പ് വളരെ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിലവർ ഉറച്ചു നിൽക്കുമോ എന്നറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്, പ്രതിപക്ഷത്തിന് താല്പര്യമുണ്ട്. CPI ഉറച്ചു നിൽക്കുമെങ്കിൽ ഞങ്ങളെല്ലാ പിന്തുണയും നൽകും. ആ കാര്യത്തിൽ CPI പലപ്പോഴും പല വിഷയങ്ങളും പറയാറുണ്ട്. പിന്നീട് അവർ അത്തരം വിഷയങ്ങൾ ഉപേക്ഷിക്കാറ് പതിവാണ്. CPMൻ്റെ ഒരു വലിയേട്ടൻ മനോഭാവമാണ് LDFൽ ഇപ്പോൾ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. ഈ കാര്യത്തിൽ PM ശ്രീ പദ്ധതിയെ പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് CPMന്റെ യുവജന പ്രസ്ഥാനവും അതുപോലെ തന്നെ BJPയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനവും ഒക്കെ. ഭിന്നതകൾ ചർച്ചയിലൂടെ പരിഹരിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് പറഞ്ഞു. ഒപ്പം തന്നെ ഈ പദ്ധതി നടപ്പിലാക്കാനുള്ള തീരുമാനം സ്വാഗതാർഹമെന്നാണ് ABVPയുടെയും പ്രതികരണം. ദേശീയ വിദ്യാഭ്യാസ നയത്തെ ഞങ്ങൾ നിരവധി ഘട്ടങ്ങളിൽ അതിൻ്റെ ഓരോരോ ചരടുകളെക്കുറിച്ചൊക്കെ വ്യക്തമായി പറഞ്ഞതല്ലേ. ഒരു ഫെഡറൽ രാജ്യത്ത് നമ്മൾ എടുക്കേണ്ട സമീപനങ്ങളെ ആ സമീപനങ്ങൾ ആ അർത്ഥത്തിൽ തന്നെ നമ്മൾ കണ്ടുകൊണ്ട്, എന്നാൽ അതിനെതിരെ പറയേണ്ടതും എടുക്കേണ്ട നിലപാടുകളൊക്കെ എടുക്കുകയും ഈ പറയുന്ന കേരളത്തിലെ കുട്ടികൾക്ക് കിട്ടേണ്ട ന്യായമായും കിട്ടേണ്ട അവകാശങ്ങൾ അത് നഷ്ടപ്പെടുത്തരുത് എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. ബാക്കി എന്തെങ്കിലും സംസ്ഥാനത്ത് രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുകയാണ് PM ശ്രീ പദ്ധതി. എന്താണ് ആ പദ്ധതി? നമ്മുടെ സ്കൂളുകളിൽ എന്തെല്ലാം മാറ്റങ്ങൾ ആ പദ്ധതി കൊണ്ടുവരുമെന്നൊക്കെ വളരെ പെട്ടെന്നൊന്ന് നോക്കാം. അതായത് രാജ്യത്തെ സ്കൂളുകൾ ദേശീയ വിദ്യാഭ്യാസ നിയമത്തിനനുസരിച്ച് പുനരുദ്ധരിക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പദ്ധതി പ്രഖ്യാപിച്ചത്. എത്ര സ്കൂളുകൾ ഇതിന്റെ ഭാഗമാകുമെന്ന് നോക്കുകയാണെങ്കിൽ 14,500 സ്കൂളുകളുടെ നവീകരണം ലക്ഷ്യമിട്ടുള്ളതാണ് പ്രധാനമന്ത്രിയുടെ PM ശ്രീ പദ്ധതി. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പരീക്ഷണശാലകളായി ഈ സ്കൂളുകൾ മാറുമെന്ന് പ്രധാനമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പ്രധാനമന്ത്രിയുടെ ഈ വാദത്തിലാണ് സംസ്ഥാനത്ത് പല സംസ്ഥാനങ്ങളിലും ഇത് വിവാദമായത്. എതിർപ്പുന്നയിക്കുന്നവർ പല വാദങ്ങളും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നിലവിൽ 13,070 സ്കൂളുകൾ ഈ പദ്ധതിയുടെ ഭാഗമായി ഇപ്പോൾ തന്നെയുണ്ട്. BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളുമാണ് ഇതിൽ കൂടുതൽ, പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിലെ സ്കൂളുകൾ. 5 വർഷത്തേക്കാണ് ഈ പദ്ധതി. അതിനുവേണ്ടിയുള്ള ചെലവ് 27,360 കോടി രൂപയുടെ പദ്ധതിയാണ്. അതായത് സ്കൂളുകൾ നവീകരിക്കാനുള്ള ചിലവുകൾ മൊത്തം പദ്ധതി ചെലവിന്റെ 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാനവും വഹിക്കണം. സ്മാർട്ട് ക്ലാസ് മുറികൾ, അതുപോലെ തന്നെ ആധുനിക സാങ്കേതിക വിദ്യകൾ, ലാബ്, ലൈബ്രറി എന്നിവയൊക്കെയാണ് ഈ പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ പദ്ധതി RSS അജണ്ട എന്നാണ് പ്രധാനമായും ഉന്നയിക്കുന്ന വിമർശനം. ഇതാണ് CPIയുടെ കടുത്ത എതിർപ്പിനും കാരണം. RSSന്റെ അജണ്ടകളെല്ലാം ദേശീയ പാഠ്യപദ്ധതിയിൽ ഇടം പിടിക്കുമെന്നാണ് പ്രതിപക്ഷ കക്ഷികൾ ഉയർത്തുന്ന പ്രധാന വിമർശനം. എന്നാൽ ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ച് ഈ പദ്ധതിയിൽ നഷ്ടമുണ്ടാകരുത് എന്നാണ് CPMന്റെ നിലപാട്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഈ പദ്ധതി നടപ്പാക്കാമെന്ന് സംസ്ഥാന സർക്കാർ നിലപാട് അറിയിച്ചത്. ദേശീയ വിദ്യാഭ്യാസ നിയമം നടപ്പാക്കില്ലെന്ന് സംസ്ഥാന സർക്കാർ പറയുമ്പോൾ മുൻ നിലപാടിന് വിരുദ്ധമെന്നാണ് CPI വ്യക്തമാക്കുന്നത്. എന്തായാലും LDF യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം എന്താകും സംസ്ഥാനത്ത് സംഭവിക്കുക എന്നൊക്കെയാണ് ഇനി അറിയേണ്ടത്. തുലാവർഷപ്പെയ്ത്തും മഴക്കെടുതിയും ഒക്കെ തുടരുകയാണ്. സംസ്ഥാനത്ത് മഴ ഇപ്പോഴും പലയിടങ്ങളിലും തുടരുന്നു. മലയോര മേഖലകളിൽ ശക്തമായ മഴയാണ് ഇപ്പോഴും പെയ്യുന്നത്. ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലൊക്കെ ഓറഞ്ച് അലേർട്ടാണ്. നാളെ 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുണ്ട്.
തെക്ക് കിഴക്കൻ അറബിക്കടലിലെ ന്യൂനമർദ്ദം അടുത്ത 24 മണിക്കൂറിനുള്ളിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. അറബിക്കടലിൽ കേരള തീരത്തിന് സമീപം ചക്രവാത ചുഴിയും രൂപപ്പെട്ടു. കേരള തീരത്തിന് സമീപം അറബിക്കടലിന് മുകളിൽ ബംഗാൾ ഉൾക്കടൽ വരെ ന്യൂനമർദ്ദ പാത്തിയും സ്ഥിതി ചെയ്യുന്നു. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. മലയോര മേഖലകളിൽ ശക്തമായ മഴ തുടരുകയാണ്. തിരുവനന്തപുരം തെങ്കാശി റോഡിൽ വെള്ളം കയറി. പാലോട് ഇളവട്ടത്ത് കനത്ത മഴയെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. കണ്ണൂർ കോഴിക്കോട് മലയോര മേഖലകളിലും ശക്തമായ മഴയാണ് പെയ്യുന്നത്. കണ്ണൂർ ചെറുപുഴയിലുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ 2 വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. പ്രാപ്പോയിലിൽ വീടിന് മുകളിലേക്ക് മതിലിടിഞ്ഞു വീണു. ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് നിലവിൽ ഓറഞ്ച് അലർട്ട്. ചൊവ്വാഴ്ച പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലും ബുധനാഴ്ച കോഴിക്കോട്, വയനാട് ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വെള്ളിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കാണ്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത TV. 2 ദിവസമായി തുടർന്ന അതിശക്തമായ മഴയ്ക്ക് ഇടുക്കിയിൽ ശമനം. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് താഴ്ന്നു. മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ കുമളിയിൽ അവലോകന യോഗം ചേർന്നു. 138.75 അടിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ നിലവിലെ ജലനിരപ്പ്. ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ ഉൾപ്പെടെ മഴയ്ക്ക് ശമനമുണ്ടായിട്ടുണ്ട്. 13 സ്പിൽവേ ഷട്ടറുകളിലൂടെ 7711 ഘനയടി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നു. പെരിയാറിന്റെ തീരപ്രദേശങ്ങളിൽ വീടുകളിൽ നിന്നും വെള്ളം ഇറങ്ങിത്തുടങ്ങി. തുലാവർഷം ശക്തി പ്രാപിക്കുമെന്നിരിക്കെ താലൂക്ക് തലത്തിൽ പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ച് മുൻകരുതൽ നടപടികൾ ശക്തമാക്കാനാണ് തീരുമാനം. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾ ഇന്ന് നിശ്ചലമായി. OP ബഹിഷ്കരിച്ച സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർ. സംസ്ഥാന വ്യാപകമായി ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ നടക്കുന്ന ഡോക്ടർമാരുടെ സമരം കാരണം രോഗികൾ ദുരിതത്തിലായി. ശമ്പള പരിഷ്കരണം ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു KGMCTയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി OP ബഹിഷ്കരിച്ചുള്ള സമരം നടന്നത്. ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിലും സമരം ശക്തമാക്കാനാണ് സംഘടനയുടെ തീരുമാനം. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, രോഗികൾക്ക് ആനുപാതികമായി ഡോക്ടർമാരെ നിയമിക്കുക, അശാസ്ത്രീയമായ സ്ഥലമാറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KGMCTയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി മെഡിക്കൽ കോളേജുകളിൽ OP ബഹിഷ്കരിച്ചുള്ള സമരം നടക്കുന്നത്. ജൂനിയർ ഡോക്ടർമാരുടെയും PG ഡോക്ടർമാരുടെയും സേവനം മാത്രമാണ് ആശുപത്രികളിലുള്ളത്. ഇതോടെ ആശുപത്രികളിൽ എത്തുന്ന രോഗികൾ ദുരിതത്തിലായി. സൗജന്യ ചികിത്സയ്ക്കായി ഗവൺമെന്റ് ആശുപത്രികളെ സമീപിക്കുന്ന തങ്ങൾക്ക് ഇത്തരം സമരങ്ങൾ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് വലുതാണെന്ന് രോഗികൾ പ്രതികരിച്ചു. പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി കണ്ടമാനം പൈസ അടക്കാനുള്ള സ്വാധീനമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ ഒരു ഇത് സൗജന്യമായി കിട്ടുന്നതും ഡോക്ടർമാർ സഹായം എല്ലാ ഇതും ഉണ്ട്. അപ്പം അത് നിർത്തൽ ചെയ്ത് പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസം തന്നെയാണ്. പാവങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. മൊത്തത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പോൾ ഇത് സംഭവം. ഞാൻ എൻ്റെ മോളെ കാണിക്കാൻ വേണ്ടി വന്നായിരുന്നു. അതേമാതിരി മോളിലിപ്പം രക്തത്തിന്റെ അവിടെയൊക്കെ ചെന്നപ്പോഴും സ്റ്റാഫ് വളരെ കുറവാണ്. എന്നാൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്നും രോഗികളെ ബുദ്ധിമുട്ടിക്കുന്നതിൽ വലിയ വിഷമമുണ്ടെന്നും ഡോക്ടർമാർ പ്രതികരിച്ചു. സമൂഹത്തിലെ ഏറ്റവും കഷ്ടപ്പെടുന്ന പാവപ്പെട്ട രോഗികളാണ്. അവരെ ബുദ്ധിമുട്ടിക്കണമെന്ന് ഞങ്ങൾക്ക് സംഘടനയ്ക്ക് യാതൊരു ആഗ്രഹവുമില്ല. അവരെ ഏറ്റവും മികച്ച ചികിത്സ അവർക്ക് നൽകണം, ഏറ്റവും വിദഗ്ധ ചികിത്സ അവർക്ക് നൽകണം എന്ന് തന്നെയാണ് സംഘടനയുടെ ആഗ്രഹം. നമ്മളെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പ്രതീക്ഷ കഴിയുന്നതും വേഗം തന്നെ ആരോഗ്യവകുപ്പും മുഖ്യമന്ത്രിയുടെ തലത്തിൽ തന്നെ നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുള്ളതാണ്. ഒരു തീരുമാനം അടുത്ത് തന്നെ ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. സർക്കാർ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഈ മാസം 28 മുതൽ റിലേ അടിസ്ഥാനത്തിൽ സമരം നടത്തുമെന്നും സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. അമൃത ന്യൂസ്, കോഴിക്കോട്.